നമസ്കാരം. നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഇന്ത്യ, നമ്മൾ പറയേണ്ടത് നമ്മൾ ഇന്ത്യക്കാരാണ്, വി ആർ ഇന്ത്യൻസ്. ഇനി എത്ര കാലം അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ പ്രവാസ ലോകത്തിലുള്ള ആളുകൾ അവർക്ക് ഇനി ഇന്ത്യയിലേക്ക്, അവരുടെ ജീവിതത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയും എന്ന് ഉറപ്പിക്കാനാവില്ല. ചിലപ്പോൾ അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഏതായാലും അതിപ്പം നാളെ 2-ാം തീയതി അതിലൊരു തീരുമാനത്തിലെത്തും. ചിലപ്പോൾ അത് നീട്ടിവെക്കുന്നത് വേറെ കാര്യം. നമ്മുടെ ഈ ഭൂമണ്ഡലം പുരാണ പ്രസിദ്ധമാണ്. അതിൽ 7 ദ്വീപങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഈ ഭൂമണ്ഡലം, ഈ ഭൂമി. അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ, അന്നത്തെ ആചാര്യന്മാർ അതൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ കാര്യങ്ങളൊക്കെ അന്നത്തെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൂവിഭാഗം, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്, അന്ന് അത് ജംബു ദ്വീപത്തിനകത്താണ് ഉൾപ്പെട്ടിരുന്നിരുന്നത്. ഈ 7 ദ്വീപങ്ങളിൽ, 7 വൻകരകളിൽ ഒന്നായിട്ടുള്ള ജംബു ദ്വീപം അതിനാണ് ഉൾപ്പെട്ടിരുന്നത്. അതിനെ പുണ്യഭൂമിയായിട്ടാണ് കണ്ടിരുന്നത്. മറ്റുള്ളിടത്തൊന്നും അങ്ങനെയുള്ളൊരു സംസ്കാര വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുണ്യഭൂമിയായിട്ടാണ് കണ്ടിരുന്നത്. അതിന് ആര്യാവർത്തം എന്നാണ് പറഞ്ഞിരുന്നത്. ആര്യാവർത്തം, ആര്യന്മാർ അവരുടെ ആവാസ സ്ഥലം എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. ആവർത്തം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ മുഴുവൻ പെടുന്നത്, ഇന്നത്തെ ഇന്ത്യ അത് മുഴുവൻ പെടുന്നില്ല. ഇന്ത്യയിലെ വിന്ധ്യാശതപുരിക്ക് തെക്ക് ഭാഗത്ത് മുഴുവൻ കൊടുങ്കാടായിരുന്നു. അപ്പോൾ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ മുഖ്യധാര ജീവിതങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന് വടക്ക്, ആ വടക്കാണ് ആര്യാവർത്തം. ആര്യാവർത്തം പറയുമ്പോൾ ഇന്നുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെയും പെടുന്നുണ്ട്. ഈ കണ്ടഹാർ എന്ന് പറഞ്ഞ സ്ഥലം ഗാന്ധാരദേശമായിരുന്നു, ബ്രഹ്മദേശമായിരുന്നു. സിംഹപുരം, കമ്പുകൗണ്ടിന്മാരുടെ സിംഹപുരം എന്ന് സിംഗപ്പൂര്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ മുഴുവൻ പെട്ടിട്ടാണ് നമ്മൾ ആര്യാവർത്തം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദക്ഷിണേന്ത്യ അതിനകത്ത് പെടില്ല. അപ്പോൾ അതിൻ്റെ പേര് ആര്യാവർത്തം എന്നായിരുന്നു. പിന്നീട് ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മകൻ ഭരതൻ, ആ ഭരത രാജകുമാരൻ, അദ്ദേഹം ഭരിച്ചിരുന്നതിൻ്റെ പേരിൽ ഭരതൻ്റെ രാജ്യം എന്നുള്ള രീതിയിൽ ഭാരതം എന്ന പേര് വന്നു. അതാണ് ഐതിഹ്യത്തിലും പുരാണത്തിലും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഭാരതം എന്നുള്ളൊരു പേര് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിന് ശാസ്ത്രപ്രകാരം പറയേണ്ട ഭാസീ രീതി ഭാരത. ആരാണോ വിജ്ഞാനത്തിൽ രമിക്കുന്നവർ, ആ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലമാണ് ഭാരതം. അങ്ങനെയും പറയുന്നുണ്ട്. അത് വേറെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ഹിന്ദു എന്നുള്ള പേര് വന്നതിനെ കുറിച്ച് വ്യാപകമായിട്ട് പറയുന്നത് സിന്ധു നദിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സിന്ധു നദി തട നിവാസികൾ, സിന്ധു നദിയുടെ അക്കരയും ഇക്കരയും താമസിക്കുന്ന, അവിടെ ഒരു സംസ്കാര പദ്ധതിയുമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ, പിന്നെ മോഹൻജദാരോ, ഹാരപ്പ, ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു സംസ്കാര പദ്ധതി, അത് സിന്ധു നദി തട സംസ്കാര പദ്ധതി. സിന്ധു എന്നുള്ളത് ഹിന്ദു എന്നായി, ഇൻഡസ് വാലി എന്നൊക്കെയാണല്ലോ പറയുക, ഇൻഡസ് വാലി കൾച്ചർ എന്നാണല്ലോ പറയുക. അതാണ് പിന്നെ ഹിന്ദു എന്ന് ആയത്. പ്രത്യേകിച്ചും മറ്റേ പുറത്തുനിന്ന് വന്ന ആക്രമണകാരികളായിട്ട് വന്ന അലക്സാണ്ടറുടെ കാലത്തൊക്കെ അവർ സി എന്നുള്ളത് ഹി എന്ന് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനവസാനം സിന്ധു നദി സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ ഹിന്ദു. അതിനൊന്നും കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ പലരും പലതും നിഷേധിക്കുന്നു, പലരും പലതും പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അത് ജംബുദ്വീപമായി, ജംബുദ്വീപത്തിനകത്തുള്ള ആര്യാവർത്തം, അതിന് പിന്നെ ഭാരതം എന്ന് പേര് വന്നു. അതിനിവിടെ ഹിന്ദുക്കൾ നിവസിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ ഹിന്ദുസ്ഥാനം അഥവാ ഹിന്ദുസ്ഥാൻ അങ്ങനെ പേര് വന്നു. ഇതെല്ലാം പിന്നെയാണ് ഇന്ത്യ വരുന്നത്. ഹിന്ദുസ്ഥാൻ എന്നുള്ള ഹിന്ദു എന്നുള്ളത് അവർ ഇന്ത്യ എന്നാക്കി മാറ്റി. അത് ബ്രിട്ടീഷുകാരുടെ ചെയ്തിയാണ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷുകാർ ചെയ്തു വെച്ചത്. ഇവിടെ പലയിടത്തും ചെയ്തു വെച്ചിട്ട് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം, അനന്തൻകാട്, അത് തിരുവനന്തപുരമായിരുന്നു. അത് പിന്നെ ട്രിവാൻഡ്രം എന്നാക്കി മാറ്റി. ട്രിവാൻഡ്രം എന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആക്കി മാറ്റി. ആൾക്കാരായിരിക്കും കുറച്ച് കളിയാക്കാറുണ്ട്. ട്രിവാൻഡ്രം എന്നാക്കി. തിരുശിവപേരൂർ, അതാണോ തൃശിവപേരൂർ, 3 ശിവന്മാർ, അപ്പുറത്തെ 3
വടക്കുന്നാഥൻ, അതിൻ്റെ അപ്പുറത്ത് അശോകേശ്വരം, അതിൻ്റെ അപ്പുറത്ത് പിന്നെ തെക്കുഭാഗത്തുണ്ട് ഒരു ശിവൻ്റെ ക്ഷേത്രം. അങ്ങനെ 3 ശിവൻ എന്നുള്ള പേരിലാണോ തൃശിവ പേരോ അതോ തിരുശിവപേരൊന്നും അറിയില്ല. അതിനെ ട്രിച്ചൂർ നാക്കി മാറ്റി. ഉദകമണ്ഡലം, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, വെള്ളം വേണ്ടത്തിലുള്ള സ്ഥലം, അതിനെ ഊട്ടി നാക്കി. ദില്ലിയെ ഡൽഹി നാക്കി. ബോംബെ മുംബൈ നാക്കി. കൊൽക്കത്ത അതിനെ കൽക്കട്ട നാക്കി മാറ്റി. അപ്പോൾ കൊട്ടക് അതിനെ കട്ടക്ക് നാക്കി മാറ്റി. ഇങ്ങനെ പല ഇതുകൾ അതിപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അതിനെ തിരിച്ച് അതേ പേരുകൾ തന്നെ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പല ആക്രമണകാരികൾ ഇൻവേഷൻ നടന്നു. അവസാനം ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ എല്ലാവരും വന്ന് നമ്മളുടെ കൾച്ചറിൽ പെട്ട പല കാര്യങ്ങളെയും ഛിന്ന ഭിന്നമാക്കി എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഇടയിൽ ഈ പേരുകളെയും അവരുടെ നാക്കിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പുറപ്പെടുക അതിനനുസരിച്ച് എന്നെപ്പോൾ സ്വാമി എന്ന് സാറിനെ വിളിക്കാറില്ല. SWA സ്വാമി എന്ന് വിളിക്കാറില്ല. സ്വാമി എന്നല്ല, സ്വാമി SOMI എന്നാണ് അവർ വിളിക്കുക. അവർക്ക് അതേ കഴിയുള്ളൂ. എൻ്റെ പേര് ബ്രഹ്മാനന്ദ തീർത്ഥ എന്നാണ്. ബ്രഹ്മ അവർ വിളിക്കുക ബർമ എന്ന് വിളിക്കുക. അപ്പോൾ അത് അവരുടെ പേരിൽ ബർമ എന്നായിട്ട് മാറും മാത്രം. ഇങ്ങനെ അവരുടെ പേരുകളൊക്കെ പല രൂപത്തിലേക്ക് മാറ്റി ഇപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. മദ്രാസ് എന്നുള്ളത് മദിരാശി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അതിന് തമിഴ്നാട് നിട്ടു. മദ്രാസ് അതിന് ചെന്നൈ എന്ന അതിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് അങ്ങനെയൊക്കെ ആയി മാറി. ഇപ്പോൾ ഒരു കർഷകനാണ്, ഡൽഹിയിൽ ഒരു കർഷകനാണ് ഈ പെറ്റീഷൻ കൊടുത്തുള്ളത്, പൊതു താല്പര്യ ഹർജി കൊടുത്തുള്ളത്. അത് ഡൽഹി നിവാസിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പൊതു താല്പര്യ ഹർജി കൊടുത്തുള്ളത്. അങ്ങനെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അത് നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ പെട്ട ഒരു പേരല്ല. അതൊരു കാലഘട്ടത്തിൽ കൊളോണിയൽ നുകം ചുമന്ന ഓർമ്മകളാണ് ഇന്ത്യ എന്നുള്ള പേര് വരുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അങ്ങനെ ഒരു പേര് വരുമ്പോൾ ഉണ്ടാകുന്നത് അത് നമ്മുടെ ദേശീയതയെ പ്രതിഫലിപ്പിക്കുന്നില്ല. ഭാരത ദേശീയതയെ പ്രതിഫലിക്കുന്നില്ല. ഭാരത സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആയതിനാൽ ഇന്ത്യ എന്നുള്ള പേര് മാറ്റണം. അതിനെ ഭാരതം എന്ന പേരാക്കി മാറ്റണം. അതല്ലെങ്കിൽ ഹിന്ദുസ്ഥാനം എന്ന പേരാക്കി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ ആ പേര് ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, ഇന്ത്യ. ഭരണഘടന ആർട്ടിക്കിൾ 1 ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അതിനൊന്ന് മാറ്റം വരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറയുകയാണ് ഇന്ത്യ, അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും. ഇതാണ് ആർട്ടിക്കിൾ 1. അത് മാറ്റണം. അത് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? അതിന് പകരം എഴുതേണ്ടത് ഭാരതം അഥവാ ഹിന്ദുസ്ഥാൻ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമായിരിക്കും എന്ന് മാറ്റി എഴുതണം. ഇതാണ് അവർ പറയുന്ന. അതിൻ്റെ അങ്ങനെയാണ് പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ന്യായീകരണം പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ മൈസൂര് കർണാടകമാക്കി മാറ്റിയില്ലേ, മദ്രാസ് തമിഴ്നാടായി മാറിയില്ലേ. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തനതായിട്ടുള്ള പേര്, അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, ഒരു പുതിയ പേരിടുന്നതല്ല. അതിൻ്റെ ദേശീയതയെ സ്ഫുരിപ്പിക്കുന്ന ഒരു പേര് തന്നെ വേണം. സാംസ്കാരിക തനിമയെ ഉണർത്തുന്ന പേര് തന്നെ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ജീവിക്കുന്ന ഭാരത പൗരന്മാരുടെ ആത്മാഭിമാനത്തിന് അത് ഗുണം ചെയ്യും. വരും തലമുറയ്ക്ക് ആ പഴയ നുകം ചുകന്നതിൻ്റെ ഓർമ്മ, ഇംഗ്ലീഷ് നുകം, പോർച്ചുഗീസ് നുകം, അവർക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ മേലെ നുകം വെച്ച് കിട്ടിയല്ലോ, അതൊന്നും അവരുടെ ഇനി പുതിയ തലമുറയുടെ മനസ്സിൽ അതുണ്ടാവില്ല. അതൊക്കെയാണ് ന്യായീകരണം. അവർ പറഞ്ഞിട്ടുള്ള ന്യായീകരണം അവർ എഴുതി കൊടുത്തിട്ടുള്ളത്. ഏതായാലും നാളെ ചൊവ്വാഴ്ച അത് പരിഗണിക്കും. 2-ാം തീയതി അത് പരിഗണിക്കും. ജൂൺ 2-ാം തീയതി അത് പരിഗണിക്കും. അപ്പോൾ ഇന്നത്തെ ഭരണ നേതൃത്വം അത് കൺസെൻറ്റ് കൊടുക്കുന്ന കാര്യം ഉറപ്പാണ്. പോസിറ്റീവായിട്ടുള്ളൊരു ഏതായാലും അവർ ഹർജിക്ക് അനുകൂലമായിട്ടായിരിക്കും അവർ സംസാരിക്കുക. ഇങ്ങനൊരു ഹർജി മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പും ഇങ്ങനൊരു ഹർജി അവിടെ ചെന്നിട്ടുണ്ട്. 2016 മാർച്ചിലാണ് അങ്ങനെ ഒരു ഹർജി അവിടെ ചെന്നത്. അന്നവിടെ താക്കൂർ എന്ന് പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് TS താക്കൂർ അതായിരുന്നു ചീഫ് ജസ്റ്റിസ്. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോയില്ല. അന്നത്തെ ഹർജി ഇതേ ഹർജി തന്നെയായിരുന്നു. ഇന്ത്യയുടെ പേര് മാറ്റണം, ഇതേ ഹർജി തന്നെയായിരുന്നു. അങ്ങനെ ആ ഹർജി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഹർജി കൊണ്ടുവന്ന ആളെ അങ്ങനെ ചീത്ത പറഞ്ഞു, അങ്ങനെ വിമർശിച്ചു, ഹർജിയെ വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് ഈ പൊതു താല്പര്യ ഹർജി ഇന്ത്യയുടെ പേര് മാറ്റാനും ഇതിനൊന്നും ഉള്ളതല്ല. അത് പാവങ്ങളുടെ കൃത്യമായിട്ട് നേരിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റാത്തൊരു വലിയ സമൂഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ പൊതു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പൊതു താല്പര്യ ഹർജി കൊടുക്കുക. അവിടെ ഇത് കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ അത് വിജയിച്ചില്ല. ഏതായാലും ഭാരതം, അതിപ്പോൾ ഭാരതം എന്നായാലും ഇന്ത്യ എന്നായാലും ഹിന്ദുസ്ഥാൻ എന്നായാലും എന്നെ സംബന്ധിച്ചിടത്തോളം, സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാം ഓക്കെയാണ്. പേര് മാറ്റിയാൽ പിന്നെ കൊണ്ടു നടക്കണം, പാൻ കാർഡ് കൊണ്ടു നടക്കണം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടു നടക്കണം, പാസ്പോർട്ട് കൊണ്ടു നടക്കണം,
റേഷൻ കാർഡ് കൊണ്ട് നടക്കണം, ആധാർ കാർഡ് കൊണ്ട് നടക്കണം, ഇതിനൊക്കെ പേര് മാറ്റണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും ജൂൺ 2-ാം തീയതിക്ക് നമുക്ക് വിവരം അറിയാം. ജൂൺ 2-ാം തീയതിക്ക് അറിയാം നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ പേരിൻ്റെ തലവിധി എന്താണ്. ഏതായാലും നമുക്ക് ജൂൺ 2-ാം തീയതി അറിയാം. പേര് മാറ്റി കഴിഞ്ഞാൽ പ്രവാസികൾ ഭയപ്പെടുന്നു വേണ്ട കേട്ടോ. പേര് മാറ്റി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കല്ല വരിക, ഭാരതത്തിലേക്കാണ് വരിക, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിലേക്കാണ് വരിക. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ മണ്ണ് ഇവിടുത്തെ മണ്ണായിട്ട് തന്നെ കിടക്കും. നമ്മളുടെ ഭൂമിയായിട്ട് തന്നെ കിടക്കും. പേരിനൊരു മാറ്റം വരും, അത്രമാത്രം. അഥവാ പേരിനൊരു മാറ്റം വരും, അത്രമാത്രം. കാത്തിരുന്ന് കാണാം. നമസ്കാരം.